സർവകലാശാല യൂണിയൻ അസാധുവാക്കിയതിൽ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി. സർവകലാശാല യൂണിയൻ അസാധുവാക്കിയ VCയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കാലാവധി പൂർത്തിയാകുന്നതുവരെ യൂണിയന് തുടരാം. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതി. സർവകലാശാല യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഗോപാൽ ശിലാസനൽ ചേരുന്നു. ഗോപാൽ, ഏത് തരത്തിലാണ് VCക്ക് തിരിച്ചടിയാവുന്നത്? റോഷ്നി, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് SFIയും VC മോഹൻ കുന്നുമ്മലും തമ്മിലുള്ള പോര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തമ്മിൽ അവസരം കിട്ടുമ്പോഴെല്ലാം പരസ്പരം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഇരുവരും തമ്മിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ കേരള സർവകലാശാല യൂണിയൻ കലോത്സവവുമായി ബന്ധപ്പെട്ട് SFI നടത്തിവന്ന സമരവും അതിന് മറുപടിയായി മോഹൻ കുന്നുമ്മൽ VC നൽകിയ ഒരു ഇടപെടലുമൊക്കെ. അതിൽ SFI പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്നത് സർവകലാശാല യൂണിയൻ കലോത്സവം നടത്താൻ VC അനുമതി നൽകുന്നില്ല എന്നും ഫണ്ട് അനുവദിക്കാതെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് എന്നുമായിരുന്നു. അതോടൊപ്പം തന്നെ നാടകോത്സവം അടക്കം നടത്താൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കുകയും കഴിഞ്ഞ ദിവസം SFI മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധ സമരം സർവകലാശാലയിൽ നടത്തുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധത്തിന് തൊട്ട് പിന്നാലെയാണ് നിലവിലുള്ള സർവകലാശാല യൂണിയനെ അസാധുവാക്കിക്കൊണ്ട് VC പുതിയ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജനറൽ കൗൺസിൽ രൂപീകരിച്ച് രജിസ്ട്രാറോട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് VC നിർദ്ദേശം നൽകിയത്. ഫെബ്രുവരി 28-ാം തീയതി വരെ കാലാവധി ഉണ്ടായിരുന്ന യൂണിയനെയാണ് VC അപ്രതീക്ഷിതമായി അസാധുവാക്കിയത്. ആ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം സർവകലാശാല യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചു. സർവകലാശാല യൂണിയൻ ആവശ്യപ്പെട്ടത് നിലവിലുള്ള യൂണിയൻ കമ്മിറ്റിക്ക് ഇത്തരത്തിൽ കലോത്സവം നടത്താൻ അനുമതി നൽകണമെന്നും VC തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് അനുവദിക്കണം എന്നും അടക്കമുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് അനുവദിക്കണമെന്നും അതിനോടൊപ്പം തന്നെ ഈ നിലവിലുള്ള യൂണിയനെ കാലാവധി വരെ തുടരാൻ സമ്മതിക്കണം എന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിലവിൽ പെൻഡിംഗ് ആയിട്ടുള്ള സർവകലാശാല യൂണിയൻ കലോത്സവവും നാടകോത്സവവും നടത്താനും ഈ ഹൈക്കോടതി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. VC പ്രധാനമായും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നത് ഒരു സർവകലാശാല യൂണിയന് ഒരു കലോത്സവം മാത്രം നടത്താനേ അനുമതിയുള്ളൂ. ഈ സർവകലാശാല യൂണിയൻ കഴിഞ്ഞ യൂണിയന്റെ കാലത്ത് അതായത് ഇതിനു മുമ്പൊരു തെരഞ്ഞെടുപ്പ് നടന്ന ആ യൂണിയൻ അധികാരത്തിലേറാൻ കഴിഞ്ഞിരുന്നില്ല. VC സംഘർഷത്തെ തുടർന്ന് ആ യൂണിയനെ റദ്ദാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ ഇപ്പോഴത്തെ യൂണിയനാണ് കഴിഞ്ഞ അക്കാദമിക വർഷത്തെ സർവകലാശാല കലോത്സവം നടത്തിയത്. അതേ യൂണിയൻ തന്നെ വീണ്ടും ഒരു കലോത്സവം നടത്താൻ അനുവദിക്കുകയില്ല എന്നും അത് ചട്ടവിരുദ്ധമാണ് എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കലോത്സവം തടയുന്ന ഒരു നടപടി VC സ്വീകരിച്ചത്. എന്നാൽ വൈസ് ചാൻസലർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. സർവകലാശാല യൂണിയനെയും SFIയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു വിധിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. റോഷ്നി, യെസ്, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്. സർവകലാശാല യൂണിയൻ അസാധുവാക്കിയ VCയുടെ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇത് മോഹനൻ കുന്നുമ്മലിന് ഒരു തിരിച്ചടി തന്നെയാണ്.